ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളതേ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷിപ്പനി. നമ്മളെപ്പോലെ ഫാം നടത്തുന്ന എല്ലാവർക്കും, ഒരു കോഴിയാണെങ്കിലും രണ്ട് കോഴിയാണെങ്കിലും അത് നടത്തുന്ന എല്ലാവർക്കും പേടിയുള്ളൊരു സംഭവമാണ് പക്ഷിപ്പനി എന്നുള്ളത്. കാരണം കുറേ കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കൊന്നൊടുക്കും. ഗവൺമെൻറ്റിൽ നിന്ന് നമ്മളുടെ മൃഗാശുപത്രിയിൽ നിന്നൊക്കെ വന്ന് കൊന്നൊടുക്കും. പിന്നെ കുറച്ച് കോഴികളാണെങ്കിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷിപ്പനി വന്നാൽ എന്താണ് ഫാമിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. എനിക്കറിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ആദ്യം നമുക്ക് എന്താണ് പക്ഷിപ്പനി എന്നറിയണ്ടേ. പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വൈറസ് രോഗമാണ്. ഇത് കോഴികളിൽ വളരെ വേഗം പകരും. ചിലപ്പോൾ നമ്മളെ ഫാം മുഴുവനായിട്ടത് ബാധിക്കും. ചിലപ്പോൾ പകുതി കോഴികൾക്കുണ്ടാവും, പകുതി കോഴികൾക്കുണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു വൈറസ് രോഗമാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി. ഇത് മനുഷ്യന്മാരിലേക്കും പകരും കേട്ടോ. കോഴികളുമായിട്ട് ഇടപഴകുന്ന ആളിലേക്കൊക്കെ ഇത് പകരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തീറ്റ കുറച്ച് തിന്നുക. ഇപ്പോൾ സാധാരണ നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് കോഴികൾ നല്ലപോലെ കഴിച്ചിരുന്ന കോഴികൾ ഈ പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ തീറ്റ കുറക്കാൻ തുടങ്ങും. പിന്നെ തല ഇങ്ങനെ താഴ്ത്തി തൂങ്ങി നിൽക്കും. അതൊരു ലക്ഷണമാണ്. പിന്നെ ഒരു ലക്ഷണം എന്താ വെച്ചാൽ ശ്വാസം മുട്ട്. ഈ സമയങ്ങളിൽ പക്ഷിപ്പനി നമ്മളെ നാട്ടിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ വക സംഭവങ്ങൾ, ഈ വക ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാട്ടോ. ഉറപ്പിക്കാച്ചാൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വെച്ചാൽ നല്ല മുട്ടയിടുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ മുട്ടോൽപാദനം കുറയും. പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ തീറ്റ കുറച്ച് തിന്നാതിരിക്കും അവർ. പിന്നെ തല താഴ്ത്തി തൂങ്ങി നിൽക്കും. പിന്നെ അവർക്ക് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടാവും. പിന്നെ മുട്ടോൽപാദനം കുറയും. പിന്നെ പെട്ടെന്ന് ചാവും. ഒരു കാരണവും ഇല്ലാണ്ട് പെട്ടെന്ന് ചാവും. അത് കണ്ടാൽ തന്നെ നമുക്ക് വേഗം മനസ്സിലാക്കാം പക്ഷിപ്പനി തന്നെയാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ മനസ്സിലായില്ലേ. ഈ സമയത്തുള്ള ഇതൊക്കെയാണ് അവർക്ക് ലക്ഷണങ്ങൾ. പിന്നെ എന്തെന്ന് ഇനിയിപ്പോൾ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് അതെന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറയാറുണ്ട് തീറ്റയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോഴികളെ നിരീക്ഷിക്കണമെന്ന്. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഇതേപോലെ തൂങ്ങി നിൽക്കുന്നതും കോഴി അതേപോലെ തലതാത്തി നിൽക്കുന്നതും ശ്വാസം മുട്ടുള്ള കോഴികളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം ആ കോഴികളെ മാറ്റുക. എല്ലാ കോഴികളും മിക്സ് ആയിട്ട് നിൽക്കുന്ന കോഴികളിൽ നിന്ന് ഈ രോഗമുള്ള കോഴികളെ മാറ്റുക. എന്നിട്ട് പിന്നെ ഒരു മെയിനായിട്ടുള്ള സംഭവം നമ്മളെന്താ ചെയ്യുക വെച്ചാൽ നമ്മളൊക്കെ പുറത്ത് പോയി വരുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കൊക്കെ നമ്മളെ ചെരുപ്പിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഈ വൈറസ് നമ്മളെ ഫാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ നമ്മളെ പുറത്തുനിന്ന് ആളുകളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഇന്നെ പോലെയൊക്കെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഫാമിൻ്റെ ഉള്ളിൽ കയറ്റലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാതിരിക്കുക, ഫാമിൻ്റെ ഉള്ളിൽ കയറ്റാതിരിക്കുക. അങ്ങനെ ഫാമിൻ്റെ ഉള്ളിൽ കയറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞിട്ട് ലായനി മേടിക്കാൻ വേണ്ടി കിട്ടും. അത് ഒരു പൊടിയാണ്, അതൊരു ചുവപ്പ് കളറിലൊരു പൊടിയാണ്. അത് നമ്മൾ കലക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ നമ്മളുടെ കാല് ചെരുപ്പും ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫാമിൽ കയറാൻ. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈറസ് പകരാതിരിക്കും. പിന്നെ വെള്ളപ്പാത്രവും തീറ്റപ്പാത്രമൊക്കെ ദിവസം നിങ്ങൾ കഴുകി വൃത്തിയാക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രോഗബാധിതമുള്ള കോഴികൾ നിങ്ങൾ ആൾക്കാർക്ക് വെക്കരുത്. ഇപ്പം നമ്മളെ ഫാമിൽ പക്ഷിപ്പനി വന്നിട്ടുള്ള അസുഖമുള്ള കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് നമ്മൾ ആ കോഴികളെ വിൽക്കരുത്. അതേപോലെ പിന്നെ നമ്മൾ ചെയ്യും, ഈ കോഴികളൊക്കെ അഥവാ കോഴികൾ ചത്തു കഴിഞ്ഞാൽ തുറസായ സ്ഥലത്തൊക്കെ നമ്മൾ പെട്ടെന്ന് കുഴിച്ചിടും, അല്ലെങ്കിൽ വലിച്ചെറിയുക. ചിലർക്കുണ്ടല്ലോ ഇപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്ത് ഒഴിഞ്ഞ പറമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ അങ്ങോട്ട് എടുത്തിടുക. അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള ഫാമിലേക്കും ഇത് പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ കുറച്ച് ആഴത്തിൽ കുഴി എടുത്തിട്ട് വേണം ആ കോഴികളൊക്കെ കുഴിച്ചിടാൻ. ചെറിയ കുഴിയൊക്കെ കുഴിക്കണമെന്ന് വെച്ചാൽ അതെന്തായാലും പട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാന്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ വൈറസ് പരക്കാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുക, നമുക്ക് മനുഷ്യന്മാർക്കും പകരും കേട്ടോ. അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ നിങ്ങളിത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എന്താ വെച്ചാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക, ഡോക്ടറോട് പറയുക. അപ്പോൾ ഡോക്ടർ നമ്മളോട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. പിന്നെ പക്ഷിപ്പനി ഒരു പരിധി വരെ തടയാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇത് എങ്ങനെ പകരുന്നതെന്ന് വെച്ചാൽ
ഇതൊരു ഇൻഫ്ലുവൻസ വൈറസ് ആണെന്നാണ് പറയുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിപ്പിക്കുമ്പോഴൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇത് പിന്നെ പക്ഷികളുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലം നമ്മൾ മനുഷ്യരിലേക്കും പകരും കേട്ടോ. ഇപ്പോൾ നമ്മൾ കോഴി ഫാമിൽ പശുപ്പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴികളായിട്ട് സമ്പർക്കമുള്ള ആണെന്നുണ്ടെങ്കിൽ അത് മനുഷ്യരിലേക്കും പകരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ പകരുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫാമിലൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ ഫാമിൽ മുകളിൽ വല കെട്ടിയിരിക്കുകയാണ്. ഇത് മറ്റുള്ള പക്ഷികളിൽ നിന്ന് അവരുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വൈറസുള്ള പശുപ്പനിയുള്ള ഒരു കോഴി അല്ലെങ്കിൽ എൻ്റെ കാക്ക, അതേപോലെ കണിക്കണ്ട വേറെ പക്ഷികൾ മൃഗാദികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തുറസായിട്ട് നമ്മളിപ്പോൾ കോഴികൾ പുറത്തൊന്നും പോണില്ല, പക്ഷേ മറ്റുള്ള പക്ഷികൾക്കൊക്കെ നമ്മളെ ഫാമിൽ കയറാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കോഴികളുടെ വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളം തിന്നുകയോ കോഴി അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്നുള്ള വൈറസ് നമ്മളുടെ ഈ ഫാമിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് ഞാനൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മേലെ ഞാൻ വല ഇട്ടിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളെ ഇതിലേക്ക് കാക്കയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വവ്വാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പക്ഷി മൃഗാദികളൊക്കെ നമ്മളുടെ ഫാമിലേക്ക് വേസ്റ്റ് കൊടുന്നിടാനുള്ള സാധ്യത കുറവാണ്. കാരണം വല ചെറിയ കണ്ണി അകലുള്ള വലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും ഇങ്ങോട്ട് വരില്ല. അങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിൽ ഒരുവിധം പക്ഷിപ്പനി വരാതിരിക്കും കേട്ടോ. എനിക്കൊക്കെ എന്ന് വെച്ചാൽ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ അതായത് 1 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ ബ്രൂഡറിൽ ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ വലിയവരുണ്ട്, പിന്നെ 2-3 മാസമായ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് സെയിലിന് വെക്കുന്ന പല കുഞ്ഞുങ്ങളും എൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ മുതൽ മുട്ടിടുന്ന കുഞ്ഞുങ്ങൾ വരെ എൻ്റെ ഫാമിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. പിന്നെ നമുക്കിത് മനുഷ്യർക്ക് പകർന്നാലുള്ള ലക്ഷണങ്ങൾ എന്താ മനുഷ്യർക്ക് വരികയെന്ന് വെച്ചാൽ, പനി ഉണ്ടാവും, ചുമ ഉണ്ടാവും, തൊണ്ടവേദന ഉണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും. പിന്നെ ചിലർക്ക് ഇതൊക്കെ കൂടിയായിട്ട് ന്യൂമോണിയ വന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ പറയുമല്ലോ അതൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഇന്നതാണെന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് കേട്ടോ മനുഷ്യന്മാരിലേക്കൊക്കെ പഴയ. പിന്നെ പക്ഷികളിൽ ഉള്ള ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പക്ഷി അപ്രതീക്ഷിതമായിട്ട് മരിക്കും അവർ. പിന്നെ ഭക്ഷണം തിന്നൽ കുറയും, പിന്നെ മുട്ടയിടൽ കുറയും, പിന്നെ ഇങ്ങനെ ചിറകൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അവരിങ്ങനെ നിൽക്കും. അതൊക്കെയാണ് ഈ പക്ഷിപ്പനി കോഴികളിൽ വരുമ്പോൾ. അതേപോലെ പെട്ടെന്ന് മരിക്കും, അങ്ങനെയൊക്കെ വരും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് എങ്ങനെയാണ് പകരുന്നതെന്ന് വെച്ചാൽ, മറ്റ് പക്ഷികളുടെ മലമൂത്ര വിസർജനം വഴി അവർ നമ്മളെ ഫാമിൽ വന്ന് കാഷ്ടിക്കുകയെ, അപ്പോൾ അത് ഈ കോഴികൾ തിന്നുകയെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളെ ഫാമിൽ കൊടുന്നിടുമ്പോൾ അത് നമ്മളെ കോഴികൾ തിന്നുമ്പോൾ പകരും. ഇത് വൈറസാണല്ലോ സംഭവം. പിന്നെ നമ്മളുടെ തീറ്റപാത്രത്തിൽ വന്ന് അവർ തീറ്റ തിന്നുകയെ, ജസ്റ്റ് ഒരു കാക്ക വന്ന് തിന്നാലും മതി, അതിനുണ്ടെങ്കിലും നമ്മളെ കോഴികൾക്ക് പകരും. മെയിനായിട്ട് ഇപ്പോൾ നമുക്കൊക്കെ ശല്യം കാക്കകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിളികളൊക്കെ നമ്മളതിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളവും തീറ്റയൊക്കെ കാണുമ്പോൾ അവർ തിന്നും. അങ്ങനെയാണ് ഇത് പകരുക. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് മാംസമൊക്കെ വേവിച്ച് കഴിക്കുക. അതേപോലെ കൈ കഴുകി നമ്മൾ ഫാമിലും അവിടെ ഇവിടെയൊക്കെ പോയി വന്നാൽ നന്നായിട്ട് കൈ കഴുകുക. അതേപോലെ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ഫാമിൽ അങ്ങനത്തെ കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ കുറയ്ക്കുക. അതേപോലെ നമ്മൾ ഫാമിൽ നല്ല ശുചിത്വം പാലിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും തീറ്റപാത്രങ്ങളായാലും ഒക്കെ കഴുകി വൃത്തിയാക്കി, പിന്നെ നമ്മൾ അവിടെ പരിസരങ്ങളൊക്കെ അടിച്ചോരി വൃത്തിയാക്കി കച്ചറയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ ഒരു വിധം നമ്മളുടെ പക്ഷിപ്പനി നമ്മളെ ഫാമിലേക്ക് വരാതിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇത് വൈറസ് രോഗമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കോഴി, താറാവ്, കാട പോലുള്ള പക്ഷികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുക. ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ ദേശാടന പക്ഷികളൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ കിളികൾ, കാക്കകൾ, അങ്ങനത്തെ വവ്വാലുകൾ, അവരൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ നമ്മളെ ഫാമിൽ കൊടുന്നിടുമ്പോൾ നമുക്കിത് ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പക്ഷിപ്പനിനെ പറ്റിയിട്ട് മനസ്സിലായതോ, വൈറസ് രോഗമാണ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഗുരുതര ലക്ഷണങ്ങൾ കോഴികൾക്ക് കണ്ടാൽ എന്താ കാണുന്നത് വെച്ചാൽ, ഇപ്പോൾ അവരുടെ പൂവും മുഖമൊക്കെ അല്ലേ, മുഖവും അവരുടെ പൂവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നീല നിറമായിട്ട് ഇങ്ങനെ ചിലപ്പോൾ നിൽക്കും. അപ്പോൾ നല്ല റെഡിഷ് കളറല്ലേ ആയിരിക്കും നമ്മളുടെ കോഴികളുടെ മേലുള്ള പൂവും. ഇപ്പോൾ പെടക്കോഴിയാണെങ്കിലും പൂവൻ കോഴിയാണെങ്കിലും ഒക്കെ അതെന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു നീല കളറിലൊക്കെ നിൽക്കും. ഇതൊക്കെ ലക്ഷണങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ശ്വാസം മുട്ടുണ്ടാവും, വയറിളക്കം ഉണ്ടാവും, പെട്ടെന്ന് മരണം ഉണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് കാണപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ ഒന്ന് നിരീക്ഷിക്കുക. അങ്ങനെ ഒരു കോഴിക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം അത് മാറ്റുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വെള്ളപ്പാത്രം, തീറ്റപ്പാത്രം അതൊക്കെ നമ്മൾ വൃത്തിയാക്കുക. അങ്ങനെ എല്ലാം ചെയ്യുക. പിന്നെ അതേപോലെ പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ നമ്മളെ ഫാമിലിക്ക് കടത്താതിരിക്കുക. അങ്ങനെ എങ്ങാനും നമ്മൾ പോലും പുറത്ത് ഒരു പക്ഷിപ്പനി നമ്മൾ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൽ നമ്മുടെ കാലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കയറ്റുക. അപ്പോൾ ഈ നല്ലൊരു അണുനാശിനിയാണ് കേട്ടോ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഒരു നല്ല കടും ചുവപ്പ് കളറാവും.
അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ കാല് രണ്ടും മുക്കിയിട്ട് വേണം നമ്മളെ ചെരുപ്പ് കൊടുക്കണം മുക്കിയിട്ട് നമ്മൾ ഫാമിൻ്റെ ഉള്ളിൽ കയറുക. അതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമ്മൾ രക്ഷപ്പെടും കേട്ടോ. എനിക്ക് ഈ പക്ഷിപ്പനിൻ്റെതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കൽ കേട്ടോ. ഞാൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൽ കാല് മുക്കലില്ല. പക്ഷെ ഞാൻ പറയാം, അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫാമിൽ പക്ഷിപ്പനി വന്നു എന്ന് കണ്ടാൽ അത് നിർബന്ധമായിട്ട് വാങ്ങാം. അത് ചെറിയൊരു പേക്കാണ്, അത് നമുക്ക് വാങ്ങാൻ കിട്ടും, അത്ര വിലയൊന്നുമില്ല. അത് നമ്മളൊരു വെള്ളത്തിൽ കലക്കിയിട്ട് അതൊരു പാത്രത്തിലോ തൊട്ടിപ്പാത്രത്തിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളതിൽ കാല് ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷിപ്പനി വരാതെ നമുക്ക് സൂക്ഷിക്കും ചെയ്യാം. ഇനി പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കോഴികളിലേക്ക് പകരാതെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കുന്ന മൃഗങ്ങളാണ്, അത് ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്, നമുക്ക് നഷ്ടമാണ്. നഷ്ടം പോട്ടെ, മാനസികമായിട്ട് നമ്മൾ നന്നായിട്ട് തളരും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പക്ഷിപ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ കരകയറാം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് പകരും, നമ്മൾ മനുഷ്യരിലേക്കും പകരും. ഇത് വൈറസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മളെ കോഴികൾ പിന്നെ പക്ഷിപ്പനിയുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോഴികളൊന്നും നമ്മൾ വാങ്ങാതിരിക്കുക. അതേപോലെ അറിഞ്ഞുകൊണ്ട് ആർക്കും കോഴികൾ അങ്ങനെ കൊടുക്കാതിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫാമിൽ പക്ഷിപ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് വേറൊരു ആൾക്കാർക്ക് നിങ്ങൾ ആ കോഴികളെ വിൽക്കരുത്. കാരണം ആ ഫാമിലും കൂടി കൊണ്ടുപോയിട്ട് അതും കൂടി നശിപ്പിക്കാൻ നിങ്ങൾ നോക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണണം, ഇതുപോലെയൊക്കെ ചെയ്യണം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അതുകൊണ്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമുക്കിതുപോലെയൊന്നും വരാറില്ല, വന്നിട്ടില്ല, ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പോൾ പക്ഷിപ്പനി വന്നാൽ എന്ത് ചെയ്യണം, പക്ഷിപ്പനി വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം പിടുത്തം കിട്ടിയില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷിപ്പനി പടർന്ന് പിടിച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ട് കോഴികൾ ചാവുന്നുണ്ട്. അത് ഞാൻ കണ്ടതുകൊണ്ടും പിന്നെ നമ്മൾ കൊന്നു കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതിനെപ്പറ്റി മുന്നേ ഒരു പക്ഷിപ്പനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ഈ വക കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, അതൊരു അണുനാശിനിയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ വരെ.